Magic morning. Magic morning. Magic morning. Thank you, Rasat sir. Magic morning. ബി മാജിക്കിന്റെ 2195 സൂം സെഷനിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ദി ലൈറ്റ് വി ക്യാരി എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് NLP സർട്ടിഫൈഡ് ട്രെയിനറായ പ്രവീണ മാം ആണ്. വെൽക്കം മാം. Magic morning. Thank you, Krishna. Thank you so much. താങ്ക് യു മാം. Magic morning, Praveen. Okay. Magic morning, magic morning, Magic morning, ma'am. magic morning, magic morning. അപ്പോ ഇന്ന് ഏകദേശം 14-15 പേരുണ്ട് നമ്മളെല്ലാവരും കൂടി. ഓക്കെ, എന്തായാലും നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന ചില വെളിച്ചങ്ങളെ കുറിച്ച്, നമ്മളിലുള്ള ആ ഒരു വിളക്കിനെ കുറിച്ച് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ലൈറ്റ് വി ക്യാരി. അതില് അതായത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന വലിയ വലിയ സന്തോഷങ്ങളിലേക്ക്, വലിയ വലിയ ഗോൾസിലേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഒരു റിമൈൻഡർ ആണ് ദ ലൈറ്റ് വി ക്യാരി എന്ന ഒരു ടോപ്പിക്കിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, യു ഡോണ്ട് നീഡ് എ ബിഗ് ടൂൾസ് കിറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എങ്ങനെ സന്തോഷമായിരിക്കാം എന്ന് നോക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ഈ സമയത്ത് ഒരുപക്ഷെ നമ്മൾ ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വലിയ വലിയ കോഴ്സിനെ കുറിച്ചായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അതായത് ഇന്നിപ്പോ ഓഫീസിൽ പോയാൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ അടുത്തതായിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോ ആ സമയത്ത് നിങ്ങൾക്ക് ഇത്രയും വലിയ ടൂൾ കിറ്റിനെ കുറിച്ചൊന്നും, നിങ്ങൾ വലിയൊരു ടൂൾ കിറ്റിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വലിയൊരു ടാറ്റയെ പോലുള്ള ഒരു കമ്പനി ഒന്നുമല്ല നടത്തുന്നത്. നമ്മൾ കുഞ്ഞു 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 കാര്യങ്ങളെ കുറിച്ചാണ് ആദ്യം ചിന്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഞാൻ എന്തിനാണ് ഈ ക്ലാസ് ബി മാജിക്കിൽ ജോയിൻ ചെയ്തത് എന്നൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ബി മാജിക്കിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരു കാരണമുണ്ട്. Okay. ആ സമയം എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ മറ്റു ചില കാര്യങ്ങളിൽ എന്നതിനെ കുറിച്ചാണ് നമ്മൾ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ പോയിരുന്നാലും അതെ, നമ്മൾ അങ്ങനെ തന്നെയാണ്. ഒരു കല്യാണത്തിന് പോയാലും നമ്മൾ ആ കല്യാണത്തിന് പോയി, കല്യാണത്തിന് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ, അവിടെ തിരക്കുണ്ടാവും, ഈ കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ആ കല്യാണം ശരിക്കും നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. കാരണം ഒരു കല്യാണത്തിൽ എത്തിയാൽ പോലും നമ്മൾ ചിന്തിക്കുന്നത് അവിടെ ആ ഭക്ഷണത്തിന്റെ സമയത്ത് തിരക്കുണ്ടാവും, അവിടെ ഇടി കൂടേണ്ടി വരുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. പക്ഷെ മറിച്ച് നമ്മളൊരു വിവാഹത്തിന്, ഒരു മാരേജിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള വ്യക്തികളെ കാണാൻ ആ മൊമെന്റ് എങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകും. ഒരുപക്ഷെ നമ്മൾ കടന്നു വന്ന ഒരു സമയം പോലെയുള്ള ഒരു സമയം പോലെ ആയിരിക്കും അത്. ഒരു മാരേജ് കഴിച്ച ഒരു വ്യക്തിയാണ്, തീർച്ചയായിട്ടും അന്നത്തെ എന്റെ മാരേജും അല്ലെങ്കിൽ ഈ മാരേജും തമ്മിൽ നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു പോകാം, ഒരു റിമൈൻഡർ ആയിട്ട്. അപ്പൊ അന്ന് എടുത്ത ചില ഡിസിഷൻസ് എന്തൊക്കെയായിരുന്നു, ഇപ്പൊ ഞാനത് ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പൊ കണ്ടോ, ആ ടൂൾ കിറ്റിലേക്ക് കുഞ്ഞു കുഞ്ഞു ടൂൾസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടുന്ന് ഞാൻ എത്ര വ്യതിചലിച്ചിട്ടുണ്ട്. അല്ലാതെ മറ്റ് വലിയ 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 കാര്യങ്ങളെ കുറിച്ചല്ലാതെ ബി ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കുറച്ചുകൂടി ചെറിയ ചെറിയ ടൂൾസ് ഉപയോഗിച്ച്, ഇപ്പൊ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്നത് എന്ത്, ഇതിലെന്താണ് ഞാൻ എടുക്കാതെ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എടുത്താൽ അതിന്റെ ഫാക്ട്സ് എന്തൊക്കെയാണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദ കീ ഈസ് നോട്ട് ദ സൈസ് ഓഫ് ദ ടൂൾ, ഇറ്റ് ഈസ് നോയിങ് വേർ ഇറ്റ് ഈസ് ആൻഡ് യൂസ് ഇറ്റ് റെഗുലർലി. നിങ്ങൾ ഉപയോഗിക്കുന്ന കിറ്റിലുള്ള ആ വലിയ ടൂളിന്റെ വലിപ്പമോ ഒന്നുമല്ല. അതായത് ബി മാജിക് എന്ന വലിയ പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അതിൽ കിട്ടിയ ടൂള്, ഇപ്പൊ ഇന്ന് കിട്ടിയ ചിലപ്പോൾ ഒരു 4-5 പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിലുള്ള ഏറ്റവും സ്മോൾ കിറ്റ് എന്ന് പറയുന്ന ഒരു ടൂളാണ്, അതായത് ഒരു പോയിന്റ് ആണ്. അത് നിങ്ങൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്നു, അത് എവിടെയാണെന്നും അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതാണ് നമ്മൾ യു ഡോണ്ട് നീഡ് എ ബിഗ് ടൂൾ കിറ്റ് എന്ന് പറയുന്നത്. സോ ബി ഇൻ ദ പ്രസന്റ് മൊമെന്റ്. അപ്പൊ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, അതിൽ എനിക്ക് എന്ത് വേണം. അപ്പൊ ഒരുപാട് ഒരുപാട് വലിയ വലിയ ടൂൾസിനെ കുറിച്ച് ചിന്തിക്കാതെ കൊച്ചു കൊച്ചു ടൂൾ കിറ്റിനെ കുറിച്ച് എനിക്ക് ബെറ്റർ ആവണമെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ 4 അല്ലെങ്കിൽ 5 പോയിന്റ് പറയുന്നുണ്ട്, അതിന് ഞാൻ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഏത് കാര്യമാണ്, ആ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അതിലെനിക്ക് വേണ്ടത് ചൂസ് ചെയ്യുക, അതിനെ പിന്തുടരുക, കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവുക എന്ന് ഓർമ്മപ്പെടുത്തുകയും കൂടി ചെയ്യും.
So you don't need a big toolkit. The keys, not the size. അപ്പം പറയുന്നത് ഒരു ബിഗ് ടൂൾ കിറ്റിൽ അതിൽ സൈസുള്ള വലിയ ടൂൾ കിറ്റ് വേണം എന്ന് യാതൊരു നിർബന്ധവും. ഇറ്റ് ഈസ് നോയിങ് വേർ ഇറ്റ് ഈസ്. ആ ടൂൾ കിറ്റ് എവിടെയാണ്? ഇപ്പൊ ഇന്ന് ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ബി മാജിക്കിൽ ഇന്നത്തെ ടൂൾ കിറ്റിൽ ദ ലൈറ്റ് വി ക്യാരി എന്ന് പറയുന്ന ടൂൾ കിറ്റിൽ 3-4 ടൂൾസ് ഉണ്ടാവും. അതിൽ എനിക്ക് ഏറ്റവും വലുത് സ്വീകരിക്കുക എന്നതിലുപരി എനിക്ക് വേണ്ടതാണെന്ന് തിരിച്ചറിയുകയും അത് ചൂസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയി അത് യൂസ് ചെയ്യുകയും ചെയ്യുക എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്, the kitchen table matters more than your platform എന്നുള്ളത്. Your kitchen table, എന്താണ് നിങ്ങളുടെ കിച്ചൺ ടേബിൾ? അത് ചെറിയൊരു ടേബിളാണ്. അത് ആ ടേബിളിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ആ ടേബിളിന് ചുറ്റും എത്ര പേര് ഇരിക്കുന്നുണ്ടാവും? നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ 3 ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സർക്കിൾ എത്ര വലുതാവുന്നു എന്നല്ല, സോഷ്യൽ മീഡിയയിൽ എത്ര ലൈക്ക് കിട്ടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ റീൽസ് എത്ര പോയി, അതിന് റീച്ച് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിലുപരി നമ്മുടെ ആ ഒരു കിച്ചൺ ടേബിൾ ഏറ്റവും നമ്മുടെ സർക്കിൾ ഏറ്റവും ബെറ്റർ ആയിട്ട് കൊണ്ടുപോകുക. എന്താണ് നമ്മുടെ സർക്കിൾ? നമ്മുടെ ചുറ്റുമുള്ള ഏറ്റവും വലിയ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി. പിന്നെ നമ്മൾ എപ്പോഴും കെയർ ചെയ്യുന്ന ഒരു ചെറിയ സർക്കിൾ. ഇപ്പോഴത്തെ സമൂഹം പറയുന്ന ഒരു ബിഗ് കണക്ഷൻ വേണം, ഓക്കെ. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു പ്രയോറിറ്റി ഒരു കുഞ്ഞു സർക്കിൾ ആയിരിക്കണം. ഒരുപാട് പേരെ പ്രീതിപ്പെടുത്തുക എന്നതിലുപരി നമുക്കും അവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബന്ധങ്ങൾ, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. കിച്ചൺ ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി, നമ്മുടെ സർക്കിൾ, ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ട്രസ്റ്റഡ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്, ദിസ് ഇസ് ദ കിച്ചൺ ടേബിൾ. അതായത് നമ്മളെ വിശ്വസിക്കുന്നവരും നമുക്ക് തിരിച്ച് വിശ്വസിക്കാൻ പറ്റുന്നവരുമായിട്ടുള്ള ചെറിയ ഒരു സർക്കിൾ ധാരാളം നമുക്ക് മതിയാകും. ആ സർക്കിൾ ഏറ്റവും മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അവിടെ നമുക്ക് എപ്പോഴും സമാധാനം, സന്തോഷം വരാൻ വേണ്ടിയിട്ടുള്ള ഫാക്ട്സിനെ കുറിച്ച് ചിന്തിക്കുകയും അത് എപ്പോഴും ബെറ്റർ ആക്കാനും അപ്ഗ്രേഡ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നു. കാരണം നമുക്കറിയാം നമ്മൾ എപ്പോഴൊക്കെയാണ് വീണു പോകുന്നതെന്നും ആരൊക്കെയാണ് നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും ട്രസ്റ്റഡ് സർക്കിൾ എന്ന് പറയുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ തിരിച്ചറിയാനാകും എത്ര പേര് നമ്മുടെ ഒപ്പം കൂടെ ഉണ്ടാകും എന്നുള്ളത്. കാരണം അവിടെയാണ് ബന്ധങ്ങളുടെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് കുറ്റപ്പെടുത്താനും ജഡ്ജ് ചെയ്യാനും എന്നതിലുപരി ഇറ്റ്സ് ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നീ തോറ്റുപോയി, സാരമില്ല, കീപ് ഗോയിങ് എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുകൾ, അത് ഒരാളാണെങ്കിലും നമുക്കുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ട്രസ്റ്റഡ് കിച്ചൺ ടേബിളിലെ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഫാമിലി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ ഫാമിലി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നതിലുപരി ആ ഫാമിലി ഇപ്പോൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് സമാധാനത്തോടെ, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിലായിരിക്കും. അപ്പൊ അവിടെയാണ് കിച്ചൺ ടേബിളാണ് ഏറ്റവും സമാധാനത്തോട് കൊണ്ടുപോകേണ്ട കാര്യം. അവിടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും അതിനാവശ്യമായ ടൂൾസ് സ്വായത്തമാക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നോ ദ പീപ്പിൾ അറൌണ്ട് യു ഹു ട്രസ്റ്റഡ് യു മോർ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് സർക്കിളിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധ പാലിക്കുക, അദ്ദേഹം പറയുന്നു. കൾട്ടിവേറ്റ് യുവർ കിച്ചൺ ടേബിൾ, എവ്രിതിങ് എൽസ് ഈസ് സെക്കൻഡറി എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. നിങ്ങളുടെ കിച്ചൺ ടേബിൾ ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ കിച്ചൺ ടേബിൾ, നിങ്ങളുടെ സ്മോൾ സർക്കിൾ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആ സ്മോൾ സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഫിയർ ഈസ് നോട്ട് ദ എനിമി, ഫീൽ ദ ഫിയർ ആൻഡ് ഗെറ്റ് എനിവേ. ഫിയർ ഈസ് നോട്ട് ദ എനിമി. നമുക്കൊരു കാര്യത്തിന് ഒരു ഭയം, ഒന്ന് സംസാരിക്കാനുള്ള ഭയം, ഒന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഭയം, ഇതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, ഫീൽ ദ ഫിയർ എന്ന് പറഞ്ഞു. അതിനെ തിരിച്ചറിയുക, ആ ഫിയർ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സ്വായത്തമാക്കാൻ കൂടുതൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു അഭിപ്രായം പറയുന്നത്, ചിലപ്പോൾ ഞാൻ പറയുന്ന അഭിപ്രായം തെറ്റായിരിക്കാം, ബട്ട് ഡു ഇറ്റ്. കാരണം എന്റെ വർക്കിംഗ് സ്ട്രാറ്റജിയിൽ എന്റെ ഗുരുനാഥൻ പറഞ്ഞ കാര്യം ഇതാണ്. ശരിയെന്ന് തോന്നുന്ന കാര്യം ജസ്റ്റ് ഓപ്പൺ, അത് മറ്റുള്ളവർ സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. അത് ബെറ്റർ ആണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വേണ്ട കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുക. അവിടെ മടി വിചാരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ മടി വിചാരിക്കുന്നത്? മറ്റുള്ളവർ നമ്മളെ സ്വീകരിച്ചില്ലെങ്കിലോ എന്ന തോന്നലാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്.
അല്ലെങ്കിൽ നമ്മളെ അവർ കളിയാക്കുമോ പരിഹസിക്കപ്പെടുമോ എന്നൊരു തോന്നലായിരിക്കാം. സോ ഫിയർ ഈസ് നോട്ട് ദ എനിമി. അപ്പൊ എന്തോ ഞാൻ ഭയക്കുന്നുണ്ടെങ്കിൽ, ഒരു മഴ വരുമ്പോ പോലും നമുക്കൊരു യാത്ര ഉണ്ടെന്ന് ഭയക്കും. ഓ, ഈ മഴ ഇത്ര, ഇപ്പം രാവിലെ സത്യം പറയാം നല്ല പെരും മഴയായിരുന്നില്ലേ രാവിലെ, നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞ ഒരു 3 മണിക്ക് 4 മണിക്കൊക്കെ നല്ല ഇടിച്ച് പെയ്യുന്നുണ്ട്. അപ്പൊ ഈ പെയ്യുന്ന സമയത്ത് നമുക്ക് പോകേണ്ടത് 8 മണിക്കോ 9 മണിക്കോ ആവും. അപ്പൊ നമ്മൾ ഉടനെ പറഞ്ഞു, അയ്യോ ഒന്ന് ഭയങ്കര മഴയാണല്ലോ, ഇന്നിപ്പോ എങ്ങനെയാ ഒന്ന് പോവാ, കാരണം നല്ല പട്ടുസാരി കൊടുക്കേണ്ടി വരും പോകുമ്പോ. അപ്പൊ നമ്മൾ 3 മണിക്ക് പെയ്യുന്ന മഴയെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകേണ്ടത് 8 മണിക്കാണ്. വൈ ടു വറി, ദാറ്റ് ഇസ് എ ഫിയർ. ഒരു ഭയം നമ്മളെ പിടികൂടുകയാണ്. വൈ ടു വറി അബൌട്ട്. ഹലോ ഹലോ, ഇടയ്ക്ക് ബ്രേക്ക് ആയി പോയി ഹലോ മാം. ഹലോ, കേൾക്കുന്നുണ്ട് മാം, ഇടയ്ക്ക് ബ്രേക്ക് ആയി ആ പോയി. യെസ്, എന്റെ നെറ്റ് കട്ടായി തോന്നുന്നു പെട്ടെന്ന്. ആ നിങ്ങൾക്ക് ആ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഓക്കെ ഉണ്ട് ഓക്കെ ഉണ്ട് മാം. ഓക്കെ, ശരി, താങ്ക് യു. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിയർ ഈസ് നോട്ട് എനിമി. സോ ഇപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ നെറ്റ് ഒന്ന് കട്ടായത്. ഉടനെ ഞാൻ വിചാരിക്കും, അയ്യോ പോയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറയുന്നിടത്താണ്. സോ ലെറ്റ് ഇറ്റ് ബി ഹാപ്പൻ. ആ ഫിയർ എന്താണോ അതിനെ അഡ്രസ് ചെയ്യുക. ജസ്റ്റ് വെയിറ്റ് ദാറ്റ് വൺ. അപ്പൊ 3 മണിക്ക് പെയ്ത മഴയെ കുറിച്ചാണ് നമ്മൾ വേവലാതിപ്പെടുന്നത്. നമുക്ക് 8 മണിക്ക്, ഇപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്കും ആ വേവലാതി തോന്നും, എന്തൊരു മഴയാണെന്ന്. ഇപ്പൊ നോക്കൂ, സമയം 6 മണി, ഇപ്പൊ മഴയില്ല, മഴ തോർന്നു. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് പോകണ്ടെങ്കിൽ നമ്മൾ ഈ 3 മണിക്ക് മുതലേ തുടങ്ങും നമ്മൾ ഈ ഭയത്തെ അഡ്രസ് ചെയ്യാൻ. നമ്മൾ ഭയന്നുകൊണ്ടിരിക്കുക, നമ്മൾ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പെട്ടെന്ന് സൂം അങ്ങ് കട്ടായി പോയി. എന്റെ സ്ക്രീൻ കംപ്ലീറ്റ്ലി അങ്ങ് പോയി. നെറ്റ് കട്ടായതിൽ സ്ക്രീൻ പോയി. അപ്പൊ ഉടനെ എന്ത് പറ്റി? അപ്പൊ അവിടെ മിണ്ടാതിരിക്കുക, അതായത് ജസ്റ്റ് വെയിറ്റ്, അഡ്രസ് ഇറ്റ്. അതെ, ഞാനിപ്പോ ഭയക്കുന്നുണ്ട്. എന്തിനെ കുറിച്ചാ ഭയക്കുന്നത്? അയ്യോ ക്ലാസ് കട്ടായ പിന്നെ എന്ത് ചെയ്യും, ബാക്കിയുള്ള പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് ഇൻ മൈ കൺട്രോൾ. അത് എന്റെ കൺട്രോളിലല്ല. അത് ഇറ്റ് മേ ഡിപ്പെൻഡ്സ്. സോ എന്തിനെ കുറിച്ചുള്ള ഭയമാണെങ്കിലും ആദ്യം പറയുന്നത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് ലുക്ക് ഇൻ ടു ദാറ്റ് ഫിയർ. ആ എന്താണോ ഭയപ്പെടുത്തുന്നത് ആ ഭയത്തിന്. ഇപ്പൊ ഒരു രോഗം വന്നു എന്ന് വിചാരിക്കാം, ഒരു ക്യാൻസർ വന്നൊരു പേഷ്യന്റ് ചിന്തിക്കുന്ന എന്താണ്, ഓ എനിക്ക് ഇനി എത്ര കാലം ഉണ്ട് എന്നറിയില്ല. അതായത് അവർ മരണത്തെ കുറിച്ചാണ് ഭയപ്പെടുന്നത്. പക്ഷെ ഈ മരണത്തെ കുറിച്ച് ഭയപ്പെടുന്ന ഈ നിമിഷം പോലും അവർക്ക് ഇപ്പൊ ഭൂമിയിൽ ജീവിക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നാളെ ഞാൻ മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഇപ്പൊ എന്റെ ചുറ്റും എത്ര വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എത്ര ബ്ലെസ്സിങ് ഉണ്ട് എന്ന് പലപ്പോഴും അവർ മറന്നു പോകുന്നു. ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയ ഒരു വ്യക്തിയെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ അവർക്ക് ചുറ്റും അവർക്ക് ഫാമിലി മെമ്പേഴ്സ്, അവരുടെ മക്കളും എല്ലാവരും കൂടെയുണ്ട്. പക്ഷെ അവർ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേദനകളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും മാത്രം. അത് ഇല്ല എന്ന് പറയുന്നില്ല, അത് സ്വാഭാവികമാണ്, അത് നമുക്ക് കടന്നു പോകേണ്ട കാര്യമാണ്. പക്ഷെ ചുറ്റുമുള്ള, എനിക്ക് ഈ സമയത്ത് ഇതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഫാമിലിയും ഒന്നുമില്ലാത്ത, ആരോരുമില്ലാത്ത പല വ്യക്തികളും ഇത്തരം ക്യാൻസർ ട്രീറ്റ്മെന്റ് കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവർക്ക് താങ്ങാവാൻ തണലാകാൻ ആരുമില്ലാത്തതുകൊണ്ട് സ്വയം തണലായി അവർ മുന്നോട്ട് പോവാണ്. ഞാൻ ഇതിന്ന് കടന്നു വരും, എനിക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അതിനെ അഡ്രസ് ചെയ്യാണ്. അപ്പൊ കഴിക്കുന്ന മരുന്നിനെ കുറിച്ച് പോലും അവര് അവയർനെസ്സോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ ഇതാണ്, ഒരു അസുഖം വരുമ്പോ പോലും ഇപ്പൊ എന്റെ സിറ്റുവേഷൻ ഇതാണ്, വലിയൊരു സർജറിക്കാണ് നമ്മൾ പോകുന്നതെങ്കിലും യെസ്, പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെയാണ് എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണെന്ന് പറയുന്നു. അപ്പൊ സോ ഫിയർ ഈസ് നോട്ട് ദ എനിമി. അതെങ്ങനെ മാനേജ് ചെയ്യും എന്നതിലുപരി, ഇപ്പൊ ഇപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന, ഞാൻ ജോലി ചെയ്യുന്ന വർക്ക് പ്ലേസിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അതിന്റെ ഒരു ചെറിയൊരു ഇമ്പാക്ട് എനിക്കും ഫേസ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ പറഞ്ഞ ചില വാക്കുകളിലുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ ബിസിനസിന്റെ ഒരു TOD, അല്ലെങ്കിൽ അതൊരു ടാർഗറ്റിന്റെ പ്രശ്നം വന്നത് എന്ന് ഒരാൾ പറയുന്ന സമയത്ത് ഉടനെ ഞാനും ഭയപ്പെട്ടു. ഓ ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും, എന്ത് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവരെ കൺവിൻസ് ചെയ്യേണ്ടത് എന്നൊരു ഭയത്തിലേക്ക് വന്നു. അപ്പൊ ഉടനെ ചിന്തിച്ച ഒരു വാക്കെന്ന് പറയുന്നത് നത്തിങ് മാറ്റേഴ്സ്. ഇതൊന്നും ഒരു പ്രശ്നവുമില്ല.
അത് ഇന്നല്ലെങ്കിൽ നാളെ പരിഹരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നത്? ഒരിക്കൽ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്റെ SLC ബുക്ക് പാസ്പോർട്ട് ഓഫീസിൽ വെച്ച് നഷ്ടപ്പെട്ടു. ഞാൻ അത് അറിഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നഷ്ടപ്പെട്ടു എന്നത്. അതിനെക്കുറിച്ച് പിന്നെയുള്ള ഹലോ പറഞ്ഞോ മാം. ഇടയ്ക്ക് പോയി. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ കേൾക്കുന്നുണ്ടോ? പോകുന്നു. അപ്പൊ എന്തോ ഇടയ്ക്ക് പോകുന്നു, കേൾക്കുന്നു. ഓക്കെ, താങ്ക് യു ശരണ്യ. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് ഒന്ന് പോകുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് നമ്മൾ വരുന്നുണ്ട്. ബട്ട് നത്തിങ് മാറ്റേഴ്സ്. ഇപ്പൊ പറഞ്ഞതുപോലെ നത്തിങ് മാറ്റേഴ്സ്, ഒന്നും ഒരു പ്രശ്നവുമല്ല എന്ന രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഓപ്പൺ. അപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. ഒരു ഫിയർ ഫാക്ടർ കഴിഞ്ഞ ഒരു വീക്കിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. സോ ഐ ആം തിങ്കിങ് അബൌട്ട്, ഞാനും അതെ അതിനെക്കുറിച്ച് വറീഡ് ആയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അപ്പോഴും പെട്ടെന്ന് ഒരു ഒരു അരമണിക്കൂർ, ഒരു ദിവസം മുഴുവൻ ഞാനും പെട്ടെന്ന് വറീഡായി. കാരണം എന്റെ അടുത്തുള്ള ഒരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പൊ ഞാൻ പഴയ ചില കോൺവെർസേഷൻസ്, വാട്സപ്പിലുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു. അപ്പൊ അവിടെ എവിടെയും ഞാൻ അത്തരം ഒരു ക്യാപ്ഷൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായപ്പോ എനിക്ക് അവിടെ കുറച്ച് കാമായിട്ട് ഇരിക്കാൻ ഒരു ധൈര്യം കിട്ടി എന്നുള്ളത്. അവിടെയൊക്കെ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇത് എന്തായി മാറും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അത് പ്രശ്നമാണെങ്കിൽ, തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിലും മറ്റുള്ളവരുടെ ഭാഗത്താണെങ്കിലും, അത് പറഞ്ഞ് അത് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെന്ത് ചെയ്യും, അവിടെ ഒരു സൊല്യൂഷൻ, ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കിട്ടും. നത്തിങ് മാറ്റേഴ്സ്. അപ്പൊ അതിനെന്തെയും ഡിസ്കഷൻ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ആ ഡിസ്കഷനിലേക്ക് വന്നപ്പോ ഡയറക്ടർ ബോർഡിൽ ഒരാൾ പറഞ്ഞത്, ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത ഈ വീക്കിലെ എൻഡില് ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. കണ്ടോ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അത്തരം ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടതും അപ്പൊ തന്നെ അത് പരിഹരിക്കപ്പെടണം എന്ന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു വിചാരം. പക്ഷെ അത് അവിടെയല്ല ഫിയർ. കാരണം എന്തുകൊണ്ടാണ് അപ്പം പരിഹരിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്? എന്റെ ഭയം, ഇതെന്തായി തീരും എന്നുള്ളത് ഭയം. അത് എന്നെ ബാധിക്കുമോ? നത്തിങ് മാറ്റേഴ്സ്. അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഞാൻ വീണ ചില സിറ്റുവേഷൻസ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. അവിടുന്ന് ഞാൻ എത്ര ദൂരം നടന്നു എന്ന് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. നത്തിങ് മാറ്റേഴ്സ് എന്ന ചിന്താഗതി ആദ്യം കൊണ്ടുവരണം. ഒരു അസുഖമാണെങ്കിലും, അത് നമ്മുടെ കൂടെയുള്ളവർക്കാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും അത്തരം സിറ്റുവേഷൻ വരുന്ന സമയത്ത് നത്തിങ് മാറ്റേഴ്സ്, ബിക്കോസ് ദ ലൈഫ് വിൽ കീപ് ഗോയിങ്. അതെന്ത് തന്നെയാണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാതെ വേവലാതിപ്പെടുന്നത്? അപ്പൊ ഫിയർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ആ ഭയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത്, എന്താണ് എന്റെ ഭയത്തിനുള്ള കാരണം എന്ന് തിരിച്ചറിഞ്ഞ് അത് അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇത് വായിച്ചപ്പോ പോലും എനിക്ക് കിട്ടിയ ഒരു ധൈര്യം അവിടെയാണ്. ജസ്റ്റ് വെയിറ്റ്. അപ്പൊ ഞാനിപ്പോ ആ വെയിറ്റിംഗിലാണ്. ആ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് വരട്ടെ. ഒന്നുമില്ലെങ്കിലും അതിപ്പോ അടുത്ത ഈ ശനിയാഴ്ചയാണെങ്കിൽ അതുവരെ, തിങ്കൾ മുതൽ എനിക്ക് ശനി വരെ ഇടയിൽ 3-4 ദിവസങ്ങളുണ്ട്. ഈ 4 ദിവസങ്ങൾ ഞാൻ ഈ ഭയത്തെ കെട്ടിപ്പിടിച്ച് എന്തിനു നടക്കണം? എന്ത് ഭംഗിയുള്ള ഭൂമിയാണിത്. എന്തെല്ലാം കാര്യങ്ങളിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റും. നല്ല പാട്ട് കേൾക്കാം, നല്ല പുസ്തകം വായിക്കാം, പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം, ഇത്തരം എന്തെല്ലാം സിറ്റുവേഷൻ, ഒരു സിനിമ കാണാം, എന്തെല്ലാം കാര്യങ്ങൾ, മഴ പെയ്യുമ്പോൾ അത് കണ്ട് രസിക്കാം. ഈ 4 ദിവസങ്ങളിലും എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങളൊക്കെ ഈ ഭയത്തിനെ കുറിച്ച് ആലോചിച്ച് എന്തിന് കളയണം? നത്തിങ് മാറ്റേഴ്സ്. സോ ഇപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ചെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുക. ഒരു അസുഖം വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളെ ഒരു ഭൂമിയിലുള്ള ഒരു അവസരമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനെ കുറിച്ചുള്ളതാണെങ്കിൽ, നത്തിങ് മാറ്റേഴ്സ്. നമുക്ക് എപ്പോഴാണെങ്കിലും ഇത്ര ഓർത്താൽ മതി, ഈ ഭൂമി വിട്ടു പോയേ പറ്റൂ. എന്റെ സമയം എപ്പോഴാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ക്രിയേറ്റർക്ക് മാത്രമേ അറിയൂ. സോ നത്തിങ് മാറ്റേഴ്സ്. അഡ്രസ് യുവർ ഫിയർ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് അവയർനെസ്സോട് കൂടി വെയിറ്റ് ചെയ്ത് അഡ്രസ് ചെയ്യുക. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ ഒരുപാട് റിലീഫ് കിട്ടും എന്ന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദ പവർ ഓഫ് റൈറ്റിംഗ്. അതായത് നമ്മൾ എന്തിനെ കുറിച്ചും വേവലാതിപ്പെടുന്നു, അതിനെക്കുറിച്ച് എഴുതുമ്പോൾ അതിന് നമുക്കൊരു കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് പോകാനും ഒരു സൊല്യൂഷനിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നതാണ് പറയുന്നത്. സോ അഡ്രസ് യുവർ ഫിയർ, വാട്ട് എവർ ഇറ്റ് ഇസ്. അത് ഹെൽത്ത് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, the door will open in front of you when you keep calm, relaxed,
ഒരു റിലാക്സ് മൈൻഡോട് കൂടി ഇരിക്കുമ്പോൾ മാത്രമേ ആ ഡോർ ഓപ്പൺ ചെയ്ത് നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. നാലാമതായിട്ട് അവസാനമായിട്ട് പറയുന്ന കാര്യം, യു ആർ അലൗഡ് ടു ബി വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗോളിലേക്ക് എത്തിപ്പെടുക എന്നതിലുപരി അതിലേക്ക് പോകുന്ന യാത്രകളാണ് പ്രധാനം. അല്ലാതെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നല്ല. ആ ഗോൾ അച്ചീവ് ചെയ്ത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതല്ല എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള യാത്രകളാണ് പ്രധാനം. എങ്ങനെ നിങ്ങൾ ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോയി. കാരണം ഓരോ ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴും അടുത്ത ഗോളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഫാമിലി തുടങ്ങുന്ന, ഒരു മാരേജ് തുടങ്ങുന്ന ഒരാള് ആദ്യം ഗോൾ സെറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? എന്റെ ഫാമിലി പാർട്ട്ണറായിട്ട് നല്ലൊരു ബന്ധം, നല്ലൊരു റിലേഷൻഷിപ്പ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് മാരേജിനെ കുറിച്ച് മുന്നേയുള്ള ചിന്തയുണ്ട്. പക്ഷെ മാരേജ് കഴിഞ്ഞ മറ്റൊരു ഗോളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ചിലപ്പോൾ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വീടായിരിക്കാം, അതായത് ഒരു കുഞ്ഞായിരിക്കാം, ഒക്കെ. അതായത് ഒരു ഗോൾ കഴിയുമ്പോഴേക്കും അടുത്ത ഗോളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ വൈ ടു വറി അബൌട്ട് ദ ഗോൾ അച്ചീവ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? ആ ഗോൾ അച്ചീവ് ചെയ്യുക എന്നതിലുപരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതിലേക്കുള്ള യാത്രയാണ്. അപ്പൊ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വേണം, എനിക്ക് മാറ്റങ്ങൾ വന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു ഗോൾ എടുത്ത് അതിൽ എങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു പവർ ഓഫ് റൈറ്റിംഗ് ഡൗൺ എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അതെനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും അത് ചെയ്യുന്നില്ല എങ്കിൽ എന്റെ ഗോൾ അച്ചീവ് ചെയ്തിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിന് പകരം ദിവസം ഒരു സെന്റൻസ് എന്തെങ്കിലും, അത് അഫർമേഷൻ ആവാം, നിങ്ങളുടെ ഒരു വിഷ് ആവാം, എന്ത് തന്നെയാവാം, ഒരു സെന്റൻസ് എന്തെങ്കിലും എഴുതുക എന്നുള്ളതാണ്. ആ പ്രോംപ്റ്റ് ആണ് പ്രധാനം. അതിലെ സെന്റൻസോ ഗ്രാമറോ ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല. അപ്പൊ ഗോൾ അച്ചീവ് ചെയ്യുക എന്നതിലുപരി അതിലേക്കുള്ള യാത്രയാണ് പ്രധാനം എന്നത് ഓർക്കുക. ഈ ജീവിതം ജീവിക്കുക എന്നതിലുപരി ആ ജീവിതത്തിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് പ്രധാനം. ദിവസവും നമ്മുടെ മുന്നിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതെങ്ങനെ ഞാൻ അച്ചീവ് ചെയ്യും എന്ന് ചിന്തിക്കുന്നതിലും ഉപരി ഓരോ നിമിഷവും ഞാൻ എങ്ങനെ കടന്നു പോകുന്നു, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം ഒരു അഫർമേഷനെ കുറിച്ച് ഞാൻ അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ആ ഒരു അഫർമേഷൻ ദിവസം പറയുമ്പോൾ കുറച്ച് റിലാക്സേഷൻ ഫീൽ ചെയ്തു. ആ അഫർമേഷൻ കുറെ അതിന്റെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ട് ആ അഫർമേഷൻ പറയുന്നത് ഇങ്ങനെയാണ്: എവ്രി ഡേ ഐ റിലീസ് ദ വെയിറ്റ് ഓഫ് പാസ്റ്റ് കംപ്ലീറ്റ്ലി. ദിവസവും രാവിലെ നിങ്ങൾക്ക് ഇത് കൂട്ടിച്ചേർക്കാം, നിങ്ങളുടെ അഫർമേഷനിൽ കൂട്ടിച്ചേർക്കാം. എവ്രി ഡേ ഐ റിലീസ് ദ ദ വെയിറ്റ് ഓഫ് ദ പാസ്റ്റ്. അതായത് ഇന്നലെ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് ഓഫീസിലെത്തി, അതിന്റെ പേരിൽ എന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്നോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ ഒരു ഹാഫ് സാലറി കട്ട് ചെയ്തു. അത് ഇന്നത്തെ എന്റെ ഒരു വേദനയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ എന്റെ വേദനയാണ്. പക്ഷെ ഞാൻ പിറ്റേന്ന് രാവിലെ അല്ലെങ്കിൽ കിടക്കുന്നതിന്റെ മുന്നേ പറയുന്നത് ടുഡേ ഓർ ടുമോറോ, അല്ലെങ്കിൽ മോർണിംഗ് എന്ത് ചെയ്യുന്നു നമുക്ക് പറയാം, ടുഡേ അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് പറയാം, ഐ റിലീസ് ദ വെയിറ്റ് ഓഫ് പാസ്റ്റ് കംപ്ലീറ്റ്ലി. ഇന്ന് എനിക്ക് വേദന ഉണ്ടാക്കിയ ഏതൊരു സംഭവത്തിന്റെയും എന്നെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭാരത്തെ ഞാൻ പൂർണ്ണമായും റിലീസ് ചെയ്യുകയാണ്. ഞാൻ എന്നിൽ നിന്ന് പൂർണ്ണമായും വിട്ടുകൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ മനഃപൂർവ്വമായിരിക്കില്ല. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന എന്തോ ഒരു ഗ്രഡ്ജ്, അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള എപ്പോഴോ തോന്നിയ ഒരു വിരോധത്തിന്റെ പേരിലാണ് അത്തരം ഒരു ഗ്രഡ്ജ് നമ്മൾ സൂക്ഷിക്കുന്നെങ്കിൽ, നമ്മളത് പറഞ്ഞു പോയെങ്കിൽ there is nothing we can do. ഒന്നും നമുക്ക് ചെയ്തു പോയതിനെ കുറിച്ച് വിഷമിക്കാൻ ഒന്നും സാധിക്കില്ല. കർമ്മ അതിന്റെ വഴിക്ക് നമ്മളിലേക്ക് വന്നോളൂ. അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിക്കുകയും വേണ്ട. ബട്ട് റിലീസ് ദ വെയിറ്റ് ഓഫ് പാസ്റ്റ് ഓഫ് യെസ്റ്റർഡേ കംപ്ലീറ്റ്ലി. ഞാനത് കേട്ടതിന് ശേഷം അപ്പൊ ആ ഗോളിലേക്ക്, നമ്മളൊരു ഗോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഗോളിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ സിറ്റുവേഷൻ വന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ പറയും എന്നെ ബുദ്ധിമുട്ടിക്കുന്ന കരിയറിൽ എന്റെ ജോലിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പക്ഷെ അത് ഞാൻ ഇനി ശനിയാഴ്ച വരെ താങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതാണ് പിന്നെ അതിന് ഞാൻ ഏറ്റവും യൂസ് ചെയ്ത ഒരു അഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്നലെ അങ്ങനെ ഒരു വാക്കുതർക്കം ഉണ്ടായ പ്രശ്നം, ഞാൻ അതിന്റെ ഭാരം ഇന്ന് ഉറങ്ങുന്നതിന്റെ മുന്നേ ഞാൻ മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടും റിലീസ് ചെയ്യുകയാണ്.
ലെറ്റ് ഇറ്റ് ബി, അത് വരുന്ന വഴിക്ക് വരട്ടെ എന്ന് പറഞ്ഞു. ജസ്റ്റ് വെയിറ്റ്. അപ്പൊ അതിനെന്ത് ചെയ്തു? അത് പറയുന്നതോട് കൂടി ഞാൻ എന്റെ ഫിയറിനെ കൂടി അഡ്രസ് ചെയ്യുന്നു എന്നർത്ഥം. സോ യു ആർ അലൗഡ് ടു ബി വർക്ക് ഇൻ പ്രോഗ്രസ്. ഇപ്പൊ നിങ്ങളൊരു നല്ലൊരു ടോക്കർ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളൊരു നല്ലൊരു ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളൊരു നല്ലൊരു വ്യക്തിയാകാൻ, നല്ലൊരു പാരന്റ് അല്ലെങ്കിൽ നല്ലൊരു ഓഫീസിൽ നല്ലൊരു ഒരുക്ഷനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തുന്ന യാത്രകളാണ് പ്രധാനം. ഈ യാത്രകൾക്കിടയിൽ പലരെയും തള്ളിയിട്ട് ഓടുന്നവരെ നിങ്ങൾക്ക് കാണാം. ആ തള്ളിയിടലല്ല പ്രധാനം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടി ഫുൾ A+ കിട്ടിയത് എങ്ങനെയാണ്? കാരണം വളരെ പഠിക്കാൻ ബിലോ ആവറേജ് ആയ ഒരു കുട്ടിയാണ്. അപ്പൊ എങ്ങനെയാണ് ആ കുട്ടി ബിലോ ആവറേജിൽ നിന്ന് ഒരു ഫുൾ A+ എത്തിയേ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി ഒരു പറഞ്ഞ കാര്യം, ഞാൻ പഠിക്കുകയായിരുന്നില്ല, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. കണ്ടോ, അതാണ് ആ കുട്ടി എടുത്ത ആ വേ ഓഫ് പ്രോസസ്. ദിവസവും ആ കുട്ടി പഠിച്ച കാര്യം ഒരു ബോർഡ് വീട്ടിൽ വെച്ചിട്ട് മറ്റുള്ളവർ ഡോർ അടച്ചിടുന്നതാണ് പറയുന്നത്. അവ ഡോർ അടച്ചിട്ടിട്ട് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി അത് ആ കുട്ടിക്ക് ഇഷ്ടമാണ്. അപ്പൊ ആ ഗോളിലേക്ക് എങ്ങനെയാണ് ആ കുട്ടി പോയ പ്രോസസ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ദിവസവും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ആ കുട്ടി പഠിച്ചത്. അവിടെ നിന്നാണ് ബിലോ ആവറേജ് ഉള്ള കുട്ടി ഒരു ആവറേജിലേക്കും എബവ് ആവറേജിലേക്കും എത്തിപ്പെട്ടത്. അപ്പൊ ആ പ്രോസസ്സാണ്, ദാറ്റ് പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആ ഗോൾ, അപ്പൊ എനിക്ക് ഫുൾ A+ കിട്ടി എന്ന ഗോളിനേക്കാളും പ്രധാനം അതിലേക്ക് ഞാൻ എങ്ങനെ നടന്നെത്തി എന്നുള്ളത്. കാരണം ഇനിയും നമ്മുടെ മുന്നിൽ വലിയ ഗോളുകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുന്നിൽ കാത്തിരിപ്പുണ്ട്. അപ്പൊ ആ ഗോളിലേക്ക് എത്തിപ്പെടുക എന്നതിലുപരി അതിലേക്കുള്ള യാത്രകളെ കുറിച്ച് നിങ്ങൾ റിമൈൻഡ് ചെയ്താൽ, അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗോളും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിഷ്പ്രയാസം അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സോ ദ ലൈറ്റ് വി ക്യാരി, നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്, അതെങ്ങനെ ക്യാരി ചെയ്യണം. നല്ല ടൂൾ കിറ്റുകൾ, ഒരുപാട് വലിയ ടൂൾ കിറ്റുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ ടൂൾ കിറ്റിൽ എനിക്ക് ആവശ്യമുള്ളതിന്റെ വലുപ്പവുമല്ല പ്രധാനം. എനിക്ക് ഏറ്റവും വേണ്ടത് ഏത് ടൂൾ കിറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ടൂൾ ഉപയോഗിച്ച് കൺസിസ്റ്റന്റ് ആയി അതിലേക്ക് യാത്ര ചെയ്യുക എന്നതിലുപരി ഓരോ ദിവസവും ആ യാത്ര ആനന്ദത്തോടു കൂടി പൂർണ്ണമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് യാത്ര തിരിക്കുക എന്നതുകൂടിയാണെന്നുള്ളത് ഈ ലൈറ്റ് വി ക്യാരി എന്ന ടോപ്പിക്കിലൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു എന്ന പ്രോസസ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം അറിയുന്ന കാര്യമാണ്. ബട്ട് ജസ്റ്റ് എ റിമൈൻഡർ, അത്രയും ഞാൻ ഈ ടോപ്പിക്കിലൂടെ പറയുന്നുള്ളൂ. റിമൈൻഡിങ് വാട്ട് യു ക്യാൻ ഡു, അഡ്രസ് യുവർ ഫിയർ, സെറ്റ് യുവർ ഗോൾ. ഇറ്റ്സ് ഓക്കെ, ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം. പക്ഷെ ആ ഗോൾ സെറ്റ് ചെയ്യുക എന്നതിലുപരി അതിലേക്കുള്ള യാത്രകൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ഏത് ഗോളും ധൈര്യത്തോടെ ഏറ്റെടുക്കാനും യാത്ര ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. യുവർ കിച്ചൺ ടേബിൾ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന സർക്കിൾ വളരെ ചെറുതാണെങ്കിൽ പോലും ആ ട്രസ്റ്റ് സർക്കിളിനെ എപ്പോഴും ശ്രദ്ധയോടുകൂടി ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിലേക്കുള്ള ശ്രദ്ധ ഏറെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഫാമിലി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെങ്കിലും നമ്മൾ തിരിച്ചു വരുന്നത് നമ്മുടെ ഫാമിലിയിലേക്കാണ്. അവിടെ സന്തോഷം സമാധാനം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സോ വാട്ട് എവർ ഹാപ്പൻസ്, നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊക്കെ ആണെങ്കിലും ഇന്നലെ സംഭവിച്ച ഏത് പാസ്റ്റിന്റെ ഒരു വെയിറ്റും അതാത് ദിവസം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും പൂർണ്ണമായി റിലീസ് ചെയ്തുകൊണ്ട് ധൈര്യത്തോടുകൂടി സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിലേക്ക് ആരെയും തള്ളിയിടാതെ സ്വയം ഒരു പുതിയൊരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും നോക്കിക്കണ്ട് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈറ്റ് നിങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും ഏറെ പ്രകാശപൂരിതമാകട്ടെ എന്ന് ബ്ലസ് ചെയ്തുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വെളിച്ചം തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് പോവുക. നല്ലൊരു വിഷയമായിരുന്നു. നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധൈര്യം അല്ലെ, ധൈര്യവും നമ്മുടെ തിരിച്ചറിവും കരുത്തും ഒക്കെ. ആ വെളിച്ചം തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മുടെ ഏത് പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് പോവുക, മറ്റുള്ളവരെയും നയിക്കുക. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. നമ്മുടെ ഫീഡ്ബാക്ക് സെഷനാണ്. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ഫീഡ്ബാക്ക് പറയുമ്പോൾ ക്ലാസ്സിനെ കുറിച്ചും മെഡിറ്റേഷനെ കുറിച്ചും ഫീഡ്ബാക്ക് പറയാം. അതെ അതെ. മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞോളൂ.
ഗുഡ് മാജിക് മോർണിംഗ് മെഡിറ്റേഷൻ സൂപ്പർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഇരുന്ന് ഭയങ്കരമായിട്ട് നമ്മൾ അതിലോട്ട് അങ്ങ് ലയിച്ചു പോയി. വളരെ നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു. ഇതുപോലെ ആവണം മെഡിറ്റേഷൻ. പിന്നെ മാമിന്റെ ക്ലാസ് അത് കൂടുതൽ പറയണ്ടല്ലോ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം എത്തുന്നതിനേക്കാൾ അതിനെങ്ങനെ മനസ്സിട്ട് പറഞ്ഞ് ചിന്തിച്ച് അതിനെ എത്രത്തോളം വലുതാക്കാമോ അത്രത്തോളം വലുതാക്കുക ചെയ്യുന്നത്. പ്രശ്നം കഴിഞ്ഞാ വിടോ? ഇല്ല. എത്ര നാൾ ആ പ്രശ്നം വീണ്ടും മനസ്സിൽ കൊണ്ട് നടക്കും. പക്ഷെ മാം പറഞ്ഞ എത്ര നല്ല ഐഡിയ. പ്രശ്നം വരുമ്പോ വരട്ടെ, നമുക്ക് അതുവരെ കാത്തിരിക്കാം. കഴിയുമ്പോൾ നമുക്കത് ഇത്രയും റിലാക്സ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേട്ട് ഒരുപാട് മാറ്റം വരുന്നു. മാം ഒരുപാട് താങ്ക്സ്. എപ്പോഴും പ്രശ്നം വരുമ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെടാം. രാത്രി ഉറങ്ങാതെ എണീറ്റ് ഇങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മേഘ. അപ്പൊ മേഘ ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞത്, അതായത് നമുക്ക് ആർക്കും പ്രശ്നങ്ങൾ വരുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ വരാൻ പാടില്ല എന്നൊരു വാശിയാണ്. അതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇത്ര വറീഡ് ആവുന്നത്. അപ്പൊ സ്മൂത്ത് ആയിട്ട് ദിവസം ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഓക്കെയാണ്. ഒരു അസുഖം വന്നാൽ നമ്മൾ പ്രശ്നത്തിലേക്കായി. അപ്പൊ നമ്മൾ ആകെ ഡിസ്റ്റർബ് ആയി. അപ്പൊ നമ്മളിപ്പോ ഒരു അസുഖം വരാൻ അതെങ്ങനെ സാധിക്കും? നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് കാണാനും ഒക്കെ സാധിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ, അസുഖമൊന്നും വരാൻ പാടില്ല, നമുക്ക് ആലോചിക്കാം. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കൺട്രോളും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം ഓക്കെ, എനിക്ക് വരാൻ പാടില്ല. ഇതൊന്നും അല്ല അവസ്ഥ. നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് നമ്മളത് കൺട്രോൾ ചെയ്യും. അപ്പൊ വരാനൊക്കെ പറഞ്ഞതുപോലെ അവിടെ വരും. നമ്മൾ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു പ്രശ്നവും വരാൻ പാടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കരിയറിലല്ല ജോലിയിൽ അങ്ങനെ പ്രശ്നം വന്നപ്പോ ഞാൻ വറീഡ് ആവാനുള്ള കാരണം എന്താണ്? അങ്ങനെയൊന്നും വരാൻ പാടില്ല എന്നൊരു വാശിയാണ്. ഇതൊക്കെ വരും എന്ന് ചിന്തിക്കുമ്പോ അത് വന്നിട്ടുണ്ടെങ്കിൽ വരട്ടെ, അപ്പൊ ആ വരുന്നതിനൊരു കാരണമുണ്ട്. ചിലപ്പോ എന്റെ മുന്നോട്ട് പോകുന്ന യാത്രയിൽ എവിടെയെങ്കിലും ഒന്ന് ഞാനൊന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും, ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ആ ശ്രദ്ധ വരാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നത് പോലും. അപ്പൊ അത്തരത്തിൽ രീതിയിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ആഫ്റ്റർ ഓൾ വി ആർ ഓൾ ഹ്യൂമൻ ബീങ്. ഇതൊന്നും മുഴുവനായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ജനിക്കുന്നതും ജീവിച്ചതും ഒക്കെ. ഇതൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പൊ നമ്മൾ ചില സമയത്ത് ഡൗൺ ആവും. പക്ഷെ ഡൗൺ ആവുന്നിടത്ത് ചിലക്ക് അടിച്ച് ഉയർന്ന് പറക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മേഘ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ റിമൈൻഡിങ്ങിലേക്ക് വരുമ്പോൾ, ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അത് തന്നെയാണ് ബി മാജിക് എന്ന ഈ പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്നതും എന്ന് ഓർമ്മപ്പെടുത്താൻ. താങ്ക് യു മേഘ. മാജിക് മോർണിംഗ് രമണ മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. മാജിക് മോർണിംഗ് മത്സരേ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് ടൈപ്പ് ആയിരുന്നു അത്. ശരിക്ക് നമ്മളിൽ ഒരു ആത്മവിശ്വാസം തോന്നാനും നമ്മളെ ഭയത്തെ ദൂരീകരിക്കാനും വേണ്ട രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. അപ്പൊ നത്തിങ് മാറ്റേഴ്സ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ടുള്ളത്. ഒന്നും ഒരു പ്രശ്നമില്ല, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ വെറുതെ ഭയന്നിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ, അതായത് നമുക്ക് സന്തോഷം പകരുന്ന അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ നല്ല ഒരു അഫർമേഷനും കിട്ടിയിട്ടുണ്ട്. എവറി ഡേ ഐ റിലീസ് ദി വെയിറ്റ് ഓഫ് ദി പാസ്റ്റ് എന്നുള്ളത് വളരെ വളരെ നല്ലൊരു അഫർമേഷൻ ആണ്. അത് കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾ തലയിൽ വെറുതെ ചുമന്ന് കൊണ്ട് നടന്നിട്ട് നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ എൻജോയ്മെന്റ് നമ്മൾ തടസ്സം നിൽക്കുകയാണ്. അപ്പൊ അതും നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യം, ഫാമിലിന്റെ കാര്യം, നമ്മൾ ഉള്ളതിൽ നമ്മൾ സന്തോഷിച്ചിട്ട് നമ്മൾ അവരെ ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളത് അതിലേറെ സന്തോഷവും സമൃദ്ധിയൊക്കെ വരുന്നതാണ്. അപ്പൊ ആ സന്തോഷം വരുന്ന സമയത്ത് തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലും നമ്മളിലേക്ക് വന്നുകൊണ്ട് വരുന്നുള്ളതാണ്. അപ്പൊ ഇന്ന് വളരെ നല്ല ക്ലാസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞില്ലേ, കൗൺസിലിംഗ് ടൈപ്പ് തന്നെയായിരുന്നു. നമുക്കൊരു സന്തോഷം കിട്ടാനും എനർജി ധൈര്യമൊക്കെ തോന്നുന്ന കാര്യങ്ങളാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഇന്ന് നല്ലൊരു മെഡിറ്റേഷൻ കൂടിയായിരുന്നു. റസാഖ് സാറിന്റെ മെഡിറ്റേഷൻ ആണ്. അത് വളരെ സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ട്. ശരിക്ക് നമ്മളെ പഴയ കാലത്തിലേക്ക് പോയപ്പോ ശരിക്ക് ഈ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പോകാൻ പറ്റി. നല്ല കോൺസെൻട്രേഷൻ കൂടുതൽ വന്നു എന്നുള്ള, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ലയിച്ചു പോകുക എന്നുള്ള രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ ആയിരുന്നു. അതിനോട് മറ്റുള്ള കാര്യങ്ങൾ, പഴയ വേദനകളും പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കുന്ന
ആ രീതിയിലുള്ള ആ മെഡിറ്റേഷനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്സും കൂടിയായിരുന്നു ഇന്ന് വന്നത്. നന്നായിരുന്നു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സാർ. ഇപ്പോ മണി സാർ ഇത് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് സെഷനിൽ ഒരു കുട്ടിയുടെ ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് എന്റെ ക്ലാസ്സിൽ എനിക്ക് കോളേജിൽ പോകാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ എനിക്ക് അതുകൊണ്ട് കോളേജിൽ പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊക്കെ എന്നെ പഠനത്തെ ബാധിക്കുന്നു, പരീക്ഷയ്ക്ക് ഇനി ഒരു മാസമേ ഉള്ളൂ. അങ്ങനെയാണ് ആ കുട്ടി കൗൺസിലിംഗിലേക്ക് വരുന്നത്. അപ്പൊ പ്രശ്നം ഇതാണ്, എന്നെ മറ്റു കുട്ടികൾ കളിയാക്കുന്നു, അവരൊക്കെ ഒരു ടീമായി നിന്ന് ഞാൻ ആദ്യം അവരുടെ ടീമിലായിരുന്നു, പിന്നെ അവിടെ നിന്ന് ഞാൻ അവരെ വിട്ടുപോയി, കാരണം അവര് പിന്നെ ശരിയല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ഞാനത് റിയാക്ട് ചെയ്തപ്പോൾ ഗ്രൂപ്പിലില്ല, അപ്പൊ അവരെന്നെ കളിയാക്കുന്നു. അപ്പോ ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അപ്പൊ ആ കുട്ടിയോട് ഇത്രേ ചോദിച്ചുള്ളൂ, അവര് കളിയാക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരുടെ വായ ചെന്ന് അടച്ചിങ്ങനെ കുത്തിപ്പിടിക്കാൻ പറ്റുമോ? നമുക്ക് ആകെ 2 കയ്യേ ഉള്ളൂ. ഒരു 4-5 ആളുണ്ടെങ്കിൽ ഈ 4-5 ആളുടെ വായ നമുക്ക് പൊത്തിപ്പിടിക്കാൻ പറ്റില്ല, പറ്റുമോ? അവര് നമ്മളെ കൈ തട്ടി മാറ്റും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, ഇങ്ങനെയൊന്നും എനിക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല. എനിക്ക് ദിവസവും കോളേജിൽ പോകണം, പഠിക്കണം, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്യാം. മറ്റുള്ളവർ എന്നോട് എന്നെ കളിയാക്കാൻ പാടില്ല. എനിക്ക് കളിയാക്കാൻ കേട്ടോ, അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. എന്നെ കളിയാക്കാൻ മറ്റുള്ളവർ ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ദിസ് ഇസ് വി ആർ തിങ്കിങ്. ഒരു പ്രശ്നവും എനിക്ക് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്റെ മുന്നിൽ. ഹൗ ടു മാനേജ് ദാറ്റ് വൺ, ഇതാണ് ചിന്തിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ നന്നാക്കാനുള്ള വഴികളുമായിട്ടാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ നമ്മൾ നിന്നിടത്തുനിന്ന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകും. നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാനുള്ള ഒരു ശ്രമവുമായിട്ടാണ് നമ്മൾ പറയുന്നത്. അവരിനി അങ്ങനെ പറയാൻ പാടില്ല, അതാണ് ആ കുട്ടിയുടെ ആവശ്യം. അതാണ്, അല്ലാതെ എനിക്കത് ഫേസ് ചെയ്യണം എന്നൊരു തോന്നലിലേക്കല്ല ആ കുട്ടി വന്നിരുന്നത്. ആ കുഞ്ഞ് പറഞ്ഞത് ഇങ്ങനെയാണ്, അവരിനി അങ്ങനെ പറയാൻ പാടില്ല, അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഒരുപാട് കാര്യങ്ങളിൽ കൂടെ ഒരു 3-4 സെഷൻ ആ കുട്ടിക്ക് വേണ്ടി വന്നു. ബട്ട് ഷീ ഈസ് നൗ ഹാപ്പി. ഇപ്പൊ പറയുന്ന ആരെന്ത് വേണം പറഞ്ഞോട്ടെ, നത്തിങ് മാറ്റേഴ്സ്, അത്രേ ഉള്ളൂ. പറയുന്നവരോട് പറയട്ടെ, നത്തിങ് മാറ്റേഴ്സ്. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനത് ചെയ്യുന്നുണ്ടോ, ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. അവിടെയാണ് മാറ്റർ പ്രധാനം. അല്ലാതെ അവര് ചെയ്യുന്നതിനെ കുറിച്ച്, അല്ലാതെ അത് ടീച്ചറോട് പറഞ്ഞ് അവരെ വായ പൊത്തി പിടിക്കാൻ നമുക്കാവില്ല. ലെറ്റ് ഇറ്റ് ബി, നത്തിങ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ അപ്പോഴാണ് ആ കുട്ടി ചിന്തിക്കും, ശരിയാണല്ലോ, അവരോട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവര് പറയോ, പറയാതിരിക്കോ? അത് അവരുടെ വേ ഓഫ് തോട്ടിൽ അവർക്കത് ശരിയാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ബട്ട് വാട്ട് ഐ ക്യാൻ ഡു, ലെറ്റ് ഇറ്റ് ബി, അവർ പറയട്ടേന്നേ. പക്ഷെ അത് പറയട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷെ നമുക്കതൊരാള് നമ്മുടെ മുന്നിൽ നിന്ന് മറ്റുള്ളവരെ മുന്നിൽ വെച്ച് പരിഹരിക്കുമ്പോൾ നമുക്കത് സാധിക്കില്ല. അവിടെയാണ് കൗൺസിലിംഗിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, ദ ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ്. അപ്പം അത്തരം ഒരു കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കൗൺസിലിലേക്ക് പോകുന്നത്. അപ്പൊ പലരും കൗൺസിലിംഗ് ചിന്തിച്ചുകൊണ്ടിരിക്കും ഇതെന്തോ പ്രശ്നമുള്ള കാര്യമാണെന്നാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അവയർനെസ്സിലേക്ക് നമ്മൾ കൂടുതൽ എത്തിച്ചേരുന്നത്. നത്തിങ് മാറ്റേഴ്സ്. ഞാൻ ചെയ്യുന്നതാണ് മാറ്റർ, മറ്റുള്ളവർ ചെയ്യുന്നൊന്നും എനിക്ക് മാറ്റർ അല്ല. അവര് ചെയ്യട്ടെ എന്ന്, അവര് പറയട്ടെ എന്ന്. സോ ആ പോയിന്റിൽ അപ്പൊ 2 പ്രധാനപ്പെട്ട അഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അത് നമുക്ക് കൂടുതൽ കരുത്ത് നൽകുമെന്ന് എന്റെ ലൈഫിലും എനിക്ക് തെളിയിച്ചെന്ന 2 ഫാക്ടേഴ്സ്, 2 അഫർമേഷൻ. നത്തിങ് മാറ്റേഴ്സ്. പ്രശ്നങ്ങൾ ഒരുപാട് മുന്നിലുണ്ട്, ബട്ട് നത്തിങ് മാറ്റേഴ്സ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്ന് എഴുതി നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ശക്തി. എന്റെ പ്രശ്നം എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതണം നത്തിങ് മാറ്റേഴ്സ്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ, ഒന്നും ഒരു പ്രശ്നവും അല്ല എന്ന് തിരിച്ചറിയും. ഇനി ഐ റിലീസ് the weight of yesterday or the past, or I'll release the weight of today. നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും ബെറ്റർ ആക്കാം, നല്ല സെന്റൻസ് ഉപയോഗിക്കാം. I release the weight of today completely. ആ കംപ്ലീറ്റ്ലി വരുമ്പോൾ ഒരു സ്ട്രെസ്സും കൂടി കൊടുത്താലുണ്ടല്ലോ, അത് കഴിയുമ്പോൾ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. ട്രൈ ദാറ്റ് ടു, ബിക്കോസ് അത് വളരെ പവർഫുൾ ആയിട്ടുള്ള 2 സെന്റൻസ് ആണ്. ഒന്ന് ശ്രമിച്ചു നോക്കും. അടുത്ത ആള് പറഞ്ഞോളൂ. ആരും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. നമ്മുടെ ഉള്ളിലുള്ള പ്രതീക്ഷ, നമ്മുടെ തിരിച്ചറിവ്, കരുത്ത് എന്നീ വെളിച്ചം തിരിച്ചറിഞ്ഞ് നമ്മുടെ കുടുംബത്തോടൊപ്പം കരുത്ത് നേടി നമുക്ക് വരുന്ന വെല്ലുവിളികളെ സ്വയം നേരിടുകയും മറ്റുള്ളവർക്ക് പ്രചോദനമാകുകയും ചെയ്യുക. അതായത് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം തണലായിക്കൊണ്ട് മറ്റുള്ളവർക്കും തണലാകുക.
നല്ലൊരു സെഷൻ ആയിരുന്നു ഇന്ന് നമുക്ക് മാം തന്നത്. മാമിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്തു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാഡം. താങ്ക് യു മാഡം.